നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലോക പ്രശസ്തനായിട്ടുള്ള സയന്റിസ്റ്റ്, അതും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ PhD ഉള്ള അപൂർവമായിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയിൽ ആധികാരികമായിട്ട് PhD നേടിയിട്ടുള്ള ഡോക്ടർ TP ശശികുമാർ. അതിലുപരി യജ്ഞാചാര്യനും സ്ഥാപത്യവേദമൊക്കെ പഠിച്ച വ്യക്തിയും സൈക്കോതെറാപ്പിസ്റ്റും ലോയറും മെന്ററും എഡ്യൂക്കേഷണലിസ്റ്റും എല്ലാമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് എഡ്യൂക്കേഷണലിസ്റ്റ് എന്ന് പറയാവുന്ന വ്യക്തിയാണ്. സ്വാഗതം ഡോക്ടർ TP ജി. നമസ്കാരം ലക്ഷ്മിജി. TP ജി, എനിക്കിന്ന് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കാണിച്ചു തരാം. അതായത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും തോണ്ടി ഒരു മൗലവി എന്നാണ് ആ വാർത്ത. ശ്രീകൃഷ്ണൻ നിസ്കരിച്ചത് 5 നേരം. ഇത് പറയുമ്പോൾ ഒരുപാട് അറിവ് സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള അങ്ങേക്ക് അറിയുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അഘോരികളുടെ ഇടയിൽ സനാതന ധർമ്മത്തിൽ മുമ്പ് നിലനിന്നിരുന്ന 5 നേരം പ്രാർത്ഥന, അതായത് ബ്രാഹ്മമുഹൂർത്തം, പ്രഭാതം, മധ്യാഹ്നം, ത്രിസന്ധ്യ, അർദ്ധരാത്രി, ഇത് പ്രാവർത്തികമാക്കുന്നത് അഘോരി സന്യാസിമാരാണ് എന്ന് കേട്ടിട്ടുണ്ട്. മഹാഭാരതത്തിനെ കുറിച്ചിട്ട് വ്യാസഭഗവാൻ പറഞ്ഞതുപോലെ ഇതിഹാസ്തി തധന്യത്ര എന്നെ ഹാസ്തിന ക്വചിത് എന്ന് പറയുന്നത് പോലെ ഇതിലില്ലാത്തതൊന്നും ലോകത്തിലില്ല, ലോകത്തിലുള്ളതെല്ലാം ഇതിൽ കാണാൻ സാധിക്കും എന്നതുപോലെ സനാതന ധർമ്മത്തിലുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള ആചാരക്രമം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തത്? ഏറ്റവും ചുരുങ്ങിയത് 2 നേരമെങ്കിലും ഒരുമിച്ചിരുന്നിട്ടുള്ള പ്രാർത്ഥനകൾ, അത് 5 നേരമാക്കിയാലുള്ള ഗുണങ്ങളെ കുറിച്ച് മനഃശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള, സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയായിട്ടുള്ള, അത് നമ്മുടെ ബ്രെയിനിൽ, ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു സയന്റിഫിക് ആയിട്ടുള്ള മാറ്റങ്ങളും ഗുണങ്ങളും ഒന്ന് വ്യക്തമാക്കാമോ? അത് മാത്രമല്ല, ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും ഉറച്ച രീതിയിലല്ല പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഒരു പൊതുവെ ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനം ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ചിട്ട്, അതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച്, പ്രാർത്ഥനകളുടെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച്, 5 നേരം കൃത്യമായി പ്രാർത്ഥിച്ചാലുള്ള മാനസിക ഗുണങ്ങളെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? ലക്ഷ്മിജി, ഹിന്ദു മതത്തിലെ പൂജ, അതിനാണ് പ്രാധാന്യം. ക്രിസ്തു മതത്തിലാണ് ആരാധനയ്ക്ക് പ്രാധാന്യം എന്ന് വേണമെങ്കിൽ പറയാം. ബൗദ്ധമതത്തില് ഒരു തരത്തിൽ പറഞ്ഞാൽ ധ്യാനവും പ്രാർത്ഥനയും കൂടിയിട്ടുള്ളതാണ്. ഈ ഉപയോഗിച്ച വാക്ക് നിസ്കാരം എന്നാണ്. നിസ്കാരം എന്നുള്ള വാക്ക് തന്നെ നമാസ് എന്ന വാക്കിൽ നിന്നാണ്. നിസ്കാരം നമ്മൾ മലയാളത്തിലേ പറയുള്ളൂ. ഗൾഫ് രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുക നമാസ് എന്നാണ്. നമാസ് എന്നത് പേർഷ്യൻ ഭാഷയാണ് എന്നാണ് എൻ്റെ അറിവ്. ഉറപ്പില്ല, പേർഷ്യൻ ഭാഷയാണെന്നാണ് എൻ്റെ അറിവ്. അത് അറബിയിലെ ഉറുദു അല്ലേ നമസ്കരിക്കുക എന്നുള്ളതും ഇതും കൂടെ മിക്സ് ആയിട്ട്. അല്ല, പേർഷ്യൻ നമാസും ഈ സലാത്ത് എന്ന് പറയുന്ന വാക്കാണ് അറബിക്ക് അല്ലെങ്കിൽ അറബിയിൽ നിന്ന് എടുത്തിട്ടുള്ളതെന്നാണ്. അപ്പൊ പലതരത്തിലും മാറ്റങ്ങൾ വരുത്തി ചെറിയ ചെറിയ ഭാഷാ വ്യത്യാസങ്ങളിലൊക്കെ ഇതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: സമർപ്പണം അല്ലെങ്കിൽ ആരാധന, നമ്മൾ അനുസരിക്കുക, വിനയം കാണിക്കുക, സറണ്ടർ ചെയ്യുക. അത് ഓരോ പ്രാർത്ഥനാക്രമത്തിലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ ഉപയോഗിക്കുകയും എല്ലാ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ കൂട്ടിച്ചേർന്നിട്ട് ചെയ്യുന്നതാണ്. അത് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം വളരെ, ഞാൻ ഇന്ന് ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു ദ്വിജസ്തംഭം വേണ്ടതെന്ന്. അതിൽ പോലും ഒരു ക്രമവും എന്തുപയോഗിക്കണം, എങ്ങനെ വേണം, എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ, ആത്മീയമായ മാനസികമായിട്ടുള്ള സമീപനങ്ങളിൽ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇതൊക്കെ ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ്. ഈ ആചാരങ്ങളുടെ ഭാഗങ്ങൾ സ്ഥലം, കാലം ഒക്കെ അനുസരിച്ച് മാറാറുണ്ട്. ഒരു നേരം വേണോ, ത്രിസന്ധ്യ വേണോ, അത് 5 കാല പൂജകൾ എന്നുവെച്ചാൽ പഞ്ചകാല പൂജ ക്ഷേത്രത്തിൽ പണ്ട് നടത്താറുണ്ട്. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കഥ കേൾക്കുമ്പോൾ 5 പ്രാവശ്യം നിസ്കരിക്കുക അല്ലെങ്കിൽ 5 പ്രാവശ്യം പൂജിക്കുക എന്നുള്ളത് ഭാരതത്തിലെ ക്ഷേത്രങ്ങളില് പല സ്ഥലങ്ങളിലും ആചാരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അത് കാലക്രമേണ
പിന്നെ ശോചിച്ച് അല്ലെങ്കിൽ ക്ഷോഭിച്ച് അല്ലെങ്കിൽ ഇല്ലാണ്ടായി ദേഷ്യം പിടിച്ച് ജനങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ പൂജാരികൾക്ക് ക്ഷോഭം വന്നതുകൊണ്ട് ക്ഷേമം നോക്കിയിട്ട് ജനങ്ങളുടെ എവിടെ വേണം, എങ്ങനെ വേണം, എപ്പോൾ വേണം എന്നൊക്കെയുള്ള മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് നിബന്ധനകളോടുകൂടി ചെയ്യുന്നൊരു സ്വഭാവം ഭാരതീയ സനാതന ധർമ്മികൾക്കില്ല. ചാട്ടവാറടി കൊണ്ട് ചെയ്യേണ്ടതല്ല ഇത്തരം സംഭവങ്ങൾ, നിയമങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതല്ല. ഓരോ ക്ഷേത്രങ്ങളിൽ ഇപ്പം തമിഴ്നാട് കടന്ന് ആന്ധ്ര എത്തുമ്പോൾ ആന്ധ്ര കടന്ന് കർണാടക എത്തുമ്പോൾ കർണാടക കടന്ന് കേരളം എത്തുമ്പോഴത്തേക്കും ഈ സ്വഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. പക്ഷെ നിർബന്ധമായിട്ടും പഞ്ചായതന പൂജ, അതുപോലെ പഞ്ചമോപാചാര അല്ലെ, പഞ്ചമ ഉപചാര പൂജ, പഞ്ചകാല പൂജ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ സാധാരണ നടത്താറുള്ള പഞ്ചകാല പൂജയാണ്. ഈ പഞ്ചകാല പൂജയില് പ്രഭാതം, ബ്രഹ്മമുഹൂർത്തം, മധ്യാഹ്നം, പിന്നെ സന്ധ്യാസമയം, ഇത് മൂന്ന് വളരെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അത് കൂടാതെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുക, പിന്നെ സന്ധ്യാവന്ദനം ചെയ്യുക. ഭക്തർക്ക് ഇഷ്ടമുള്ള ജപം എത്ര തവണ വേണമെങ്കിലും എപ്പോഴും എണ്ണിട്ട് ചെയ്യേണ്ടതല്ല എന്നാണ്. ഞാൻ അമ്മയെ എത്ര പ്രാവശ്യം വിളിക്കണം എന്ന് ചോദിച്ചാൽ 5 പ്രാവശ്യം വിളിക്കണോ 3 പ്രാവശ്യം വിളിക്കണോ എന്ന് ആരെങ്കിലും ക്രമമായിട്ട് രാവിലെ എഴുന്നേറ്റ് 1 പ്രാവശ്യം, അങ്ങനെ ഒരു നിബന്ധന ഇല്ലാത്ത എനിക്കിഷ്ടമുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇഷ്ടകർമ്മങ്ങൾ. അത് ജനങ്ങൾ കൂടെ ചേർന്ന് ശരിക്കും 24 hours തുറന്നു വെച്ച് ക്ഷേത്രങ്ങൾ പണിയേണ്ടതാണ്. ആരെ എപ്പോ വന്നാലും പൂജ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളുടെ ക്ഷേമവും ക്ഷോഭവും ലോഭവും ഒക്കെ നോക്കിയിട്ട് ലാഭവും ഒക്കെ നോക്കേണ്ടി വരും ചിലപ്പോൾ. ഇതൊക്കെ കൊണ്ട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആകുമ്പോൾ. അപ്പൊ അതിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് 5 മാറി 3 ആയി എന്ന് മാത്രം. ബുദ്ധമതത്തില് പ്രഭാതസന്ധ്യയും ധ്യാനസന്ധ്യയും സൂത്രപാരായണവും സാധാരണയായിട്ട് ചെയ്യുന്നത് എത്ര പ്രാവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരാള് വരുമ്പോഴും ചെയ്യും. നമ്മൾ ഏതെങ്കിലും ബുദ്ധക്ഷേത്രത്തിൽ പോയാൽ രാവിലെ ഉള്ളൂ, ഇനി ഉച്ചയ്ക്ക് ശേഷം പ്രാർത്ഥിക്കണു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ക്രിസ്തു മതത്തിൽ എണ്ണയില്ല. സഭകളിൽ മോർണിംഗ് പ്രയർ, നൂൺ പ്രയർ, ഈവനിങ് പ്രയർ, അങ്ങനെ ഒരു ക്രമത്തില് സൺഡേകളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ 5:30 ഉണ്ടെന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ 6:30 പ്രയർ ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രയർ 7:30 ഉള്ളൂ എന്ന് പറയും. എത്ര പ്രാവശ്യം ചെല്ലാറുണ്ട്? അത് അവരുടെ സൗകര്യം പോലെയാണ്. കാരണം എല്ലാവരും വന്ന് ഒത്തൊരുമിച്ച് ചേരാൻ പറ്റുന്ന സമയങ്ങളിൽ ചെയ്യാം എന്നുള്ളതാണ്. ഇസ്ലാമിലാണ് എനിക്ക് തോന്നുന്നു ഫജർ, ദുഹർ അങ്ങനെയൊക്കെയാണ് അതിന്റെ പേര്, അസർ, അങ്ങനെ ഈശ എന്ന് തന്നെയാണ്. നമ്മുടെ ഈശാൻ എന്ന് പറയുന്ന പോലെ ഈശ എന്ന് പറഞ്ഞിട്ടൊരു പേരും അവരിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതില് നമ്മുടെ ഒരു ശിവ ആരാധന അഘോരികള് അതാണ്. അത് എന്തുകൊണ്ട് 5 എന്ന് പറയാൻ കാരണം 5 നേരത്തെ നിർബന്ധിത പ്രാർത്ഥന എന്ന രീതിയിലല്ല. അത് വളരെ കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരകളില് ജപം, ധ്യാനം, തപസ്, മന്ത്രസാധന, അതുപോലെ ശ്മശാന സാധന, ഈ 5 എണ്ണം അവസാനം ഗുരുപരമ്പരകളിൽ എത്തുന്ന സമയത്ത് ചില ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി അഘോരികള് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഇത് 5 ഡിഫറെന്റ് വെറൈറ്റികളാണെന്ന് പറയാം. 5 സാധനാക്രമങ്ങളായിട്ട് ചെയ്യാറുണ്ട്. അപ്പം ഓരോരോ സമൂഹത്തിനും അവരുടെ ജിയോഗ്രഫിക്കൽ കാല ദേശ സംബന്ധമായിട്ട് ദൈവത്തെ സ്മരിക്കാനും സ്മരണ ചെയ്യാനും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നമ്മളിപ്പം ഇതെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞ 4 പ്രാവശ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സൂര്യോദയ സമയത്തുണ്ട്, ഉച്ചപൂജയുണ്ട്, സൂര്യ അസ്തമന സമയത്തുണ്ട്, പിന്നെ രാത്രി ക്ഷേത്രം അടക്കുന്ന സമയത്ത് ഒരു പൂജയില്ലേ, 4 പൂജയില്ലേ. അതെ, ഇവിടെ എനിക്ക് തോന്നുന്നു ഈശാ നിസ്കാരം എന്ന് പറയുന്നത് രാത്രി മുതൽ പിന്നെ വെളുക്കുന്നത് വരെ എന്നുള്ള ഒരു സമയം. അല്ല, ഇതിനൊരു വ്യത്യാസം എന്താ വെച്ചാല് നമ്മൾ സൂര്യ എന്ന് പറയുന്ന ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത്. സൂര്യന്റെ റിഫ്ലക്ഷൻ ആണ് ചന്ദ്രൻ. അപ്പൊ സൂര്യൻ വല്ലാണ്ട് കടുത്ത വെയിലോടുകൂടി മനുഷ്യന്മാരെ ഉപദ്രവിക്കുമ്പോൾ ആരോടെങ്കിലും സൂര്യനെ പ്രാർത്ഥിക്കണം, സൂര്യനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ സൂര്യഭഗവാന്റെ റിഫ്ലക്ഷൻ, സൂര്യൻ ഇല്ലാതെ ചന്ദ്രൻ ഉണ്ടോ? അപ്പൊ റിഫ്ലക്ഷൻ ആണോ നമ്മൾ നോക്കേണ്ടത്, അല്ല ഒറിജിനൽ ആണോ നോക്കേണ്ടതെന്നാണ്. ഇപ്പൊ ഞാനാണോ ഒറിജിനൽ, എന്റെ പ്രതിബിംബമാണോ ഒറിജിനൽ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആർക്കും ഉത്തരം പറയാൻ പറ്റണം. അപ്പൊ ഇതിന്റെയൊക്കെ പ്രതിബിംബങ്ങളാണ് ബാക്കി നമ്മൾ കാണുന്നതൊക്കെ. അപ്പൊ 5 പ്രാവശ്യം എന്ന് പറയുന്ന ഒരു മതം എടുത്ത് ഉറപ്പിച്ച് പറയാൻ നമ്മൾ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ചില കാലങ്ങളിൽ ഒരു സ്ഥലത്ത് വന്നപ്പോൾ അത് നിർബന്ധമായിട്ടും സ്ഥിരമായിട്ടും ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഭാഗ്യമോ നിർഭാഗ്യമോ, ഗുണമോ ദോഷമോ, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുമുള്ള ഇപ്പൊ ഈ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സൺലൈറ്റ് കാണുന്ന സമയത്ത് അവരുടെ ഒരു ആഗ്രഹം കാണുന്നു. എന്റെ ഭഗവാനെ, എന്തോ ലോകം മറിഞ്ഞു വീണ് പുതിയ എന്തോ ലോകം തന്നതുപോലെയാണ് അവർക്ക്. ഇന്ന് ബ്രൈറ്റ് ഡേ എന്നാണ് വാക്ക് തന്നെ, ബ്രൈറ്റ് എന്നാണ്. അതെ. അതുപോലെ ഞാൻ അടുത്ത കാലത്ത് മധ്യപ്രദേശിൽ ഒരു സ്കൂളിൽ DPSൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് വെരി വാം വെൽക്കം എന്ന് പറഞ്ഞു. ഞാൻ നല്ലോണം വഴക്ക് പറഞ്ഞു. മധ്യപ്രദേശിൽ ഇപ്പൊ എന്തോടോ ചൂടെന്ന് ചോദിച്ചു. 40 ഡിഗ്രിന്റെ മുകളിൽ പിന്നെ വാം വെൽക്കം കൂടി വേണം. നമുക്ക് കൂൾ വെൽക്കം അല്ലേ വേണ്ടത്? അപ്പൊ നമ്മൾ ഈ കേട്ട് ശീലിച്ച വാക്കുകൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് ഈ വെസ്റ്റേൺ സ്റ്റൈൽ നമ്മൾ കടമെടുത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നല്ല ചൂട് കിട്ടുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം, സ്ഥിരമായിട്ട് തണുപ്പുള്ള സ്ഥലത്ത് മനസ്സിനെ ഒരു റീസെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, വളരെ ഫ്രഷ് ആയിട്ട് ശാന്തമായിട്ട് നോക്കിക്കാണാൻ സാധിക്കുന്ന, അതാണല്ലോ സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇതിനൊക്കെ പറയുന്നത്. മനസ്സിന് സന്തോഷം കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ചെയ്യുക. അതുപോലെ ഉച്ച എന്ന് പറയുന്ന സമയത്ത് ഒരു സൺലൈറ്റ് മാറുന്ന, അല്ലെങ്കിൽ ഏറ്റവും മിനിമം ഹൈറ്റിൽ സൂര്യൻ ഭൂമിയിലേക്ക് പ്രകാശം തരുന്നത് 140 കിലോമീറ്റർ എങ്കിലും അറ്റ്മോസ്ഫിയറിലൂടെ കടന്നിട്ടാണ്. രാവിലെയും വൈകുന്നേരം ആകുമ്പോൾ സൂര്യന്റെ റേഡിയസ് എത്രയാണ് അത്രയും കടന്നിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ 6000 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്നാണ് സൂര്യൻ നമ്മൾ കാണുന്നതെങ്കിൽ, കാരണം സൂര്യന്റെ ഈ അറ്റ്മോസ്ഫിയർ 6000 ഒരു 140 കൂടി കൂട്ടാം, 6200 കിലോമീറ്റർ ദൂരത്ത് അറ്റ്മോസ്ഫിയർ കടന്നിട്ടാണ് സൂര്യൻ വരുന്നത്. ഉച്ചയാകുന്ന സമയത്ത് 140 കിലോമീറ്റർ ആണ് വരുന്നത്. സൂര്യന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഇതാണ് നമ്മുടെ ഈ ഇറേഡിയേഷൻ ആയിട്ട് കാണുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഇത് പ്രകൃതിയിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് കുറെ. പ്രകൃതിയുടെ എനർജി മാറുന്നുണ്ട്. ആ എനർജി മാറുന്ന സമയത്ത് മാനസികമായ പിരിമുറുക്കവും അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ശാരീരികമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും. അത് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആ കോൺസെൻട്രേറ്റ് ആണ്, ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു ബ്രേക്ക് തന്ന് നമ്മൾ ആത്മപരിശോധന നടത്തി എന്റെ ശ്രദ്ധ നിലനിർത്തി ഇടവേളകളിൽ നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്നത് അതല്ല, അതങ്ങനെയാണ് ബ്രേക്ക് ചെയ്യണത്. ആ മൊണോട്ടോണി ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചെടുക്കുന്നത്. ആ റെസ്റ്റ് ബിലോങ്സ് ടു ദ വർക്ക് വിത്ത് നോ ഐലിഡ്സ് ടു ദ ഐസ്. കണ്ണിങ്ങനെ തുറന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സുരക്ഷിതമല്ല. ഒന്ന് അടക്കുമ്പോഴാണ്. ആ ഒന്ന് അടക്കാനുള്ള സമയമാണ് ഒരു ആത്മനിയന്ത്രണത്തിന് വേണ്ടി. ആ സമയത്ത് നമുക്ക് ഇതൊക്കെ എന്റെ കൺട്രോളിലല്ല, ഞാനാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിനേക്കാളും പവർഫുൾ ആയിട്ട് ഒരാളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആ ശക്തി ഭഗവാനാണ്, അത് ഈശ്വരനാണ്, അത് സൂര്യനാണ് എന്നുള്ള അറിവോടുകൂടി സൂര്യന്റെ സാക്ഷി വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് അതേപോലെ അല്ല ചില വ്യത്യസ്തമായ പ്രകൃതിയുള്ളത്. അതുകൊണ്ട് ഏറ്റവും വെസ്റ്റിലുള്ള ഒരു സ്റ്റൈൽ ആവരുത് ഗൾഫിലുള്ള സ്റ്റൈൽ ആവരുത് ഇന്ത്യയിൽ. ഭാരതം എന്ന് പറയുന്ന ദേശത്ത് നമ്മൾ നല്ലപോലെ അനുഗ്രഹീതമായ വ്യത്യസ്തമായ കാലങ്ങളിൽ വ്യത്യസ്തമായ ദേശങ്ങളിൽ ജീവിക്കുന്ന, ഇത്രയും വിസ്താരമായിട്ടുള്ള സ്ഥലത്ത് ഇത്രയും 4000 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ എന്നുള്ളത്, പണ്ടാണെങ്കിൽ 6000 മുതൽ 6000 വരെ, അത്രയും സ്ഥലത്ത് സൂര്യൻ നല്ല ബ്രൈറ്റ് ആയിട്ട് വരികയും നല്ല കാലാവസ്ഥ തരികയും, നമ്മുടെ ഈ പ്രയറിൽ പോലും ചൊല്ലുന്നതല്ലേ സുജലാം സുഫലാം മലയജ ശീതളാം. ഏത് ലോകത്താ ഉള്ളത്? സുഫലാം സുജലാം എന്ന് പറയാൻ പറ്റുന്ന ലോകം ഒന്ന് കാണിച്ചു തരും. ആ ലോകത്ത് ജീവിക്കുന്ന നമ്മൾക്ക് ഈ എല്ലാത്തിനെയും നന്നായിട്ട് ആയിട്ട് കാണാൻ പറ്റുന്ന, നന്മയുടെ, സുഗന്ധത്തിന്റെ, സുഖത്തിന്റെ, സുപ്രഭാതത്തിന്റെ ആ ഒരു മഹിമ നമുക്ക് മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ധാർമ്മികമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളത് പാലിക്കുന്നുണ്ടോ, പാലിച്ചു നടക്കുന്നുണ്ടോ ഒന്നും ബാധകമല്ല. നമ്മൾ സൂര്യന് നമസ്കാരം പറഞ്ഞതുകൊണ്ട് സൂര്യന് ഒരു ഗുണവും കിട്ടാൻ പോണില്ല. നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആ മനസ്സിലുണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് പഠിപ്പിക്കും. അതുകൊണ്ടാണ് നിർബന്ധിക്കാത്തത്. അപ്പൊ എപ്പോ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏത് ദിവസവും ഏത് കാലവും ഏത് സമയവും ചെയ്യാമെന്നുള്ളതാണ്. അത് ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നോക്കുന്നത് സൂര്യനെ നോക്കിയിട്ടാണ്. ആ സൂര്യനെ നോക്കിയെന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറും, നമ്മുടെ എല്ലാ പൂജാമുറികളും കിഴക്കോ പടിഞ്ഞാറോ മുഖം നോക്കി നിൽക്കണം എന്നുള്ളതാണ്. ആ അവസ്ഥയിൽ പൂജിക്കാൻ പറ്റുന്ന ഏക രാജ്യം ഭാരതമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ നോക്കേണ്ടത് ചില ദിശകളിലേക്കാണ്. ഇപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ആള് സൂര്യൻ എപ്പോഴാ കാണുക? അവര് കാണുന്നതൊക്കെ 23 ഡിഗ്രി സൗത്ത് ഹെമിസ്ഫിയറിലുള്ള സൂര്യനൊക്കെ ആണെങ്കിൽ തെക്കോട്ടല്ലേ നോക്കേണ്ടത്. അതേപോലെ സതേൺ ഹെമിസ്ഫിയറിലുള്ള സൂര്യനൊക്കെ ആണെങ്കിൽ വടക്കോട്ടല്ലേ നോക്കേണ്ടത്. ഈ ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന ഈ ഒരു ഭൂപ്രദേശത്തല്ലാതെ
നമ്മുടെ ഭഗവാനെ, സൂര്യനെ നോക്കിക്കാണാൻ ഇത്രയും നല്ല പ്രപഞ്ചശക്തികള് ആശീർവാദം തന്നിട്ടുള്ള വേറെ ഒരു ലോകമില്ലാത്ത നമ്മള് ആഘോഷിക്കുന്ന സമയത്ത് എവിടുന്നൊക്കെയോ വന്നുള്ള വഴിപോക്കര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കാതിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശ്രദ്ധിക്കുന്ന ചിലരൊക്കെ അത് എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, ഒന്നുകിൽ രാജാക്കന്മാർ ഇവിടെ വന്നിട്ട് പിന്നെ ഇൻവേഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ചില ക്രമങ്ങള്, അത് ഇപ്പോഴും പാലിച്ചു പോകുന്നത് ചിലപ്പം അവരുടെ പാരമ്പര്യത്തിന് നല്ലതാണ്. കാരണം എൻ്റെ അച്ഛൻ വിഡ്ഢിയാണെന്ന് എനിക്ക് പറയാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടേ സാധിക്കുള്ളൂ. പക്ഷെ അതാണ് ഒറിജിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, നമ്മൾ പറയുന്നത് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള രാമന്റെ കഥയും ഈ 1300 വർഷം പഴക്കമുള്ള പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് നമ്മൾ എന്താണ്, ആനയും എലിയും അല്ലെങ്കിൽ പിന്നെ കമ്പയർ ചെയ്യുന്നത് പോലെയല്ലേ. അപ്പൊ മലയും കല്ലും ഒക്കെ കമ്പയർ ചെയ്യുന്ന പോലെ. അപ്പൊ അതുകൊണ്ട് ഉത്കണ്ഠ കുറക്കാനും വികാരം നിയന്ത്രിക്കാനും ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാക്കാൻ, ജീവിതത്തിലെ അർത്ഥത്തിനൊരു ബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണത്തെക്കാൾ കൂടുതൽ കൃത്യമായിട്ട് എണ്ണിയിട്ട് ചെയ്യേണ്ട കാര്യം 108 പ്രാവശ്യം 108 പ്രാവശ്യം എണ്ണിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനല്ല, ഒരു എണ്ണം ക്രമം പറഞ്ഞു എന്ന് മാത്രം. എണ്ണത്തെക്കാൾ പ്രധാനം അതിന്റെ ഗുണമാണ്. ആ ഗുണം കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഭഗവാനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്, സൂര്യന്. അല്ലാണ്ട് റിഫ്ലക്ഷൻ തന്നിട്ടില്ല. ആ റിഫ്ലക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്, ശിവന്റെ തലയിൽ വെച്ചിട്ടുള്ളതാണ് റിഫ്ലക്ഷൻ. അപ്പൊ അതുപോലെ ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുന്ന എണ്ണത്തെ ശ്രദ്ധിക്കുന്നതിന് പകരം, അത് ഇന്നലെ മിഞ്ഞാണ്ട് എന്തോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, പാദാനുഗതം ഗച്ഛേൽ, നടന്നു പോകുന്ന സമയത്ത് പാദം വെച്ച്. എന്നിട്ട് ശ്രദ്ധ ഫുൾ പാദത്തിലാണോ വേണ്ടത്? ശ്രദ്ധ വേണ്ടത് പ്രാർത്ഥനയിലാണ്. അപ്പൊ ക്രമം പറയുന്ന സമയത്ത് ക്രമത്തിലല്ല, നമ്മുടെ എന്തിനാണോ ഇത് ചെയ്യുന്നത് അതിലാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത്. അത് ദിവസത്തിൽ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാലും പറ്റുന്നത്രയും പ്രാർത്ഥിക്കണം. പക്ഷെ അതിനൊരു ക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ജനങ്ങൾ വന്നു ചേരുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ വേണം. അത് ജീവിതത്തിൽ ഒരു ക്രമം വേണം, മനസ്സിന് സ്ഥിരതയുണ്ടാവും, ബാക്കിയുള്ളവരുമായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്തരം ക്രമങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ 5 നേരമല്ല, 10 നേരമല്ല, 1000 നേരം. ഇപ്പം സഹസ്രനാമം എന്ന് പറയുന്ന 1000 പേര് എന്തുകൊണ്ടാണ്? എന്നാൽ 5 പേര് പോരെ, അല്ലെ ഒറ്റപ്പേര് പോരെ? അങ്ങനെ ഒറ്റപ്പേരല്ലല്ലോ നമ്മൾ കൊടുക്കാറുള്ളത്. അത് ഒരു സ്നേഹത്തിന്റെ, ഒരു ഭാവത്തിന്റെ, ഒരു നൈർമല്യത്തിന്റെ, ഒരു കുളിർമയുടെ, ഒരു ശാന്തിയുടെ, ഭക്തിയുടെ ഭാവമാണ്. അതിന് എണ്ണം നോക്കിയിട്ടല്ല ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലധികം എങ്ങനെ ഞാൻ പറയാം? തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമാണ്. എണ്ണം അല്ല, പക്ഷെ ഇങ്ങനെ ഒരു സമ്പ്രദായം സനാതന ധർമ്മത്തിൽ ഉണ്ടായിരുന്നു. ഒരു പഞ്ചായത പൂജ എന്ന് തന്നെ പറയുന്ന 5 ദേവതകളെ ഒരുമിച്ച് പൂജിക്കുന്നത്, പഞ്ചമോപചാര പൂജ. അതിൽ തന്നെ സൂര്യൻ ഏറ്റവും പ്രധാനവുമാണ് അല്ലെ? വിഷ്ണു, ശിവൻ, ദുർഗ, ഗണപതി, സൂര്യൻ. എങ്ങനെയാണ് ഗാണപത്യം, സൗര്യം, ശൈവം, അതുപോലെ തന്നെ ശക്തി. ഇതൊക്കെ നമ്മുടെ ഭാവങ്ങളിൽ, വ്യത്യസ്തമായ ഭാവങ്ങളിൽ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഗവൺമെന്റിലുള്ള ഡിപ്പാർട്ട്മെന്റ് പോലെയാണ്. ആ പഞ്ചായതന പൂജയും പഞ്ചമോപചാര പൂജയും ഈ പഞ്ചകാല പൂജയും എല്ലാം സനാതന ധർമ്മത്തിൽ പഞ്ചമഹായജ്ഞങ്ങളല്ലേ? എത്രയോ 5 പഞ്ചമഹായജ്ഞങ്ങളും എല്ലാം ഈ 5 നേരത്തിന്റെയും 5 കാലങ്ങളുടെയും 5 തരത്തിലുള്ളതും 5 ദേവതകളുടെ സംബന്ധിച്ചും 5 ഉപചാരങ്ങൾ അർപ്പിച്ചുമുള്ള പൂജകളെല്ലാം തന്നെ സനാതന ധർമ്മത്തില് 10,000 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നതാണെന്നും അതിന്റെ കാലമല്ല, ക്രമമല്ല പ്രധാനം, ഭാവമാണ് എന്നുള്ളതുമാണ് നമ്മൾ അനുവർത്തിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ധർമ്മത്തിലുള്ളതിന്റെ ആചാരങ്ങളെ കുറിച്ചും അതെല്ലാം ഉണ്ടായിരുന്നതാണെന്നും മറ്റുള്ളവർക്ക് അതിൽ നിന്ന് എടുക്കേണ്ടത് മാത്രമേ സനാതന ധർമ്മത്തിൽ നിന്ന് പലരും എടുത്തിട്ടുള്ളൂ എന്നുള്ളതും വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് ഒരുപാട് അറിവുള്ള അങ്ങയോട് ഈ ഒരു ചോദ്യം ചോദിച്ചത്. അല്ലാതെ ഒരിക്കലും ഡിസ്കഷൻ നല്ലതാണ്, നമ്മളെ ഓർമ്മപ്പെടുത്താൻ ചിലപ്പോൾ തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. കാരണം നമുക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നുവെന്നും അത് ഇന്നും പ്രായോഗത്തില് കൊണ്ടുവരുന്നത് അഘോരി സന്യാസ പരമ്പരകൾ മാത്രമാണ് എന്നുള്ളതുമാണ്. അത് അങ്ങ് നേരത്തെ തന്നെ വിവരിച്ചു. ജനങ്ങളുടെ സൗകര്യത്തിന് അല്ലെങ്കിൽ നടത്തുന്ന സ്ഥാനങ്ങൾ, ദേവസ്ഥാനങ്ങളുടെ സൗകര്യങ്ങൾ, ഇതെല്ലാം നോക്കി തന്നെയാണ് ഇന്നും അത്തരത്തിലുള്ള പൂജകള്, നിത്യപൂജകള് നമുക്കുള്ളത്. അതിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഈ ചോദ്യം ചോദിച്ചത്. അതിന് മനോഹരമായിട്ടുള്ള ഒരു ഉത്തരമാണ് അങ്ങ് നൽകിയത്. സന്തോഷം.